ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ആൽബത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത്. ആ രേണു സുധി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഭയങ്കര ജാടയല്ലേ, ആൾ അങ്ങനെയല്ലേ, ആൾ ഒരുമാതിരിയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമന്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. ആ വ്യക്തി അങ്ങനെയല്ല. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഭയങ്കര കമ്പനി, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ആൽബത്തിൽ നിന്നൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട്, ട്രോള് വീഡിയോ കാണാറുണ്ട്, ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ്. അപ്പൊ അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റാണ് നോക്കുക. അപ്പൊ പല തരത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ്, പോക്ക് കേസാണ്, അതുപോലെ തന്നെ രേണു സുധിക്ക് ഒരു മാതിരിയാണ്, ക്യാരക്ടർ ശരിയല്ല, അവൾ പല ആൾക്കാരും അങ്ങനെ പല രീതിക്കുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ആ വീഡിയോ കാണുന്നൊപ്പം തന്നെ ആ കമന്റ് വായിക്കാതെ ചെയ്യാറ്. അപ്പൊ ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തുമായിരുന്നു. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞ് ആ ചേച്ചി അങ്ങനെയല്ല ഗൈസ്. ആ